മഹാത്മാഗാന്ധി പറഞ്ഞത്, ഐ വാസ് നോട്ട് റിഗാർഡഡ് ആസ് എ ബ്രൈറ്റ് ബോയ് അറ്റ് ഹൈസ്കൂൾ, ബട്ട് ഐ always enjoyed the affection of my teacher. Certificate of progress and character used to be sent to the parents every year. I never had a bad certificate. എനിക്ക് നല്ല മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂൾ പഠിക്കുന്ന കാലത്ത്, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സ്വഭാവമുള്ള സംസ്കാരമുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഐ നെവർ ഹാഡ് എ ബാഡ് സർട്ടിഫിക്കറ്റ്. എനിക്കൊരു ചീത്ത സർട്ടിഫിക്കറ്റ് ഇല്ല. ഇന്ന് ഏറ്റവും പഠിച്ച കുട്ടിക്കാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഏറ്റവും ബാഡ് സർട്ടിഫിക്കറ്റ്. എന്താ? ഓനാ റാഗിങ്ങിന്റെ ആശാൻ. പ്രവാചകന്റെ ഒരു വാചകമുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി ആരാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അനന്തരാവകാശ സ്വത്തിന് കാവൽ നിൽക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി. അനന്തരാവകാശ സ്വത്ത് എന്ന് പറഞ്ഞാൽ ബാപ്പ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും അച്ഛൻ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും മക്കൾക്കുള്ള, അതിന്റെ ഇടയ്ക്ക് ഇയാൾ തട്ടിപ്പോയ അനന്തര സ്വത്ത്. അപ്പൊ എത്രയും കാലം ഓടിയർന്ന് ഉണ്ടാക്കി വെക്കാർക്ക മക്കൾക്ക്. മാത്രമല്ല 10 തലമുറ ജീവിക്കാനുള്ള സമ്പത്ത് ഉണ്ടാക്കുന്ന അച്ഛനും അമ്മയും ആരറിയോ? ബാപ്പയും. ലോകത്തിലെ ഏറ്റവും വലിയ പരാക്രമം. അതെന്താ ഉസ്താദ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 10 തലമുറ ജീവിക്കാനുള്ള സ്വത്ത് ഉണ്ടാക്കിയിടുക എന്ന് പറഞ്ഞാൽ ആ 10 തലമുറയെ നിഷ്ക്രിയനാക്കുക എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പഠിച്ചിട്ടില്ലെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അച്ഛൻ ഉണ്ടാക്കിയ സമ്പാദ്യം എത്രയോ തലമുറ ജീവിക്കാനുണ്ട്. പിന്നെ കള്ളുടിക്കാനും പെണ്ണടിക്കാനും തോന്നിയാസം ചെയ്യാനും കൊട്ടേഷൻ പാർട്ടി ജയിക്കാനും ഒക്കെ പ്രചോദനാകിയതാ ഈ വെറുതെ കിട്ടിയ സമ്പാദിക്കാത്ത സ്വത്ത്. അരാജകത്വം നിർമ്മിക്കല്ലാതെ സ്വത്ത് സമ്പാദ്യത്തിലൂടെ വേറൊന്നും ഉണ്ടായില്ല. പിന്നെ മക്കളെ യാചിക്കാൻ വിടരുത് എന്ന് മാത്രം ഇസ്ലാമിന്റെ പോളിസി അതാണ്. ഒരച്ഛനും ഒരമ്മയും മക്കളെ യാചിക്കാൻ വിടരുത് അത്യാവശ്യത്തിന്. എന്നിട്ട് അവർക്ക് തോന്നണെന്ത്? അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഞാനും ഇതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കണം, എന്റെ മക്കളത് പകരണം. ആ ഒരു സ്വഭാവം അവർക്ക് ഉണ്ടാവണോ? ഇന്ന് ആത്മഹത്യകൾ, ഇപ്പം ഞാൻ റേഡിയോ ഏഷ്യയിൽ ഒരു പ്രഭാഷണം ചെയ്തിരുന്നു 10 മിനിറ്റ് ഇവിടെ UAE-യിലെ ആത്മഹത്യകളെ കുറിച്ച്. കുട്ടികളുടെ എന്താ ആത്മഹത്യ കൂടാൻ കാരണം? മക്കളെ, അതായത് ഏറ്റവും വലിയ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് മാർക്ക് നേടി ജോലി നേടി പണം ഉണ്ടാക്കുന്ന ഒരു യന്ത്രമായിട്ടാണ് ഇന്നത്തെ കുട്ടികളെ വളർത്തുന്നത്. അല്ലേ? ശരിയല്ലേ? കുട്ടി പഠിച്ചിട്ട് മാർക്ക് കുറഞ്ഞാൽ ഓനെ അങ്ങേയറ്റം പീഡിപ്പിക്കാനോ വേദനിപ്പിക്കാൻ അച്ഛനും അമ്മയും കണ്ണുരുട്ടാണ് പോയിട്ട് ആത്മഹത്യ ചെയ്താണ്. മഹാത്മാഗാന്ധി പറഞ്ഞത്, ഐ വാസ് നോട്ട് റിഗാർഡഡ് ആസ് എ ബ്രൈറ്റ് ബോയ് അറ്റ് ഹൈസ്കൂൾ, ബട്ട് ഐ always enjoyed the affection of my teacher. Certificate of progress and character used to be sent to the parents every year. I never had a bad certificate. എനിക്ക് നല്ല മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂൾ പഠിക്കുന്ന കാലത്ത്, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സ്വഭാവമുള്ള സംസ്കാരമുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഐ നെവർ ഹാഡ് എ ബാഡ് സർട്ടിഫിക്കറ്റ്. എനിക്കൊരു ചീത്ത സർട്ടിഫിക്കറ്റ് ഇല്ല. ഇന്ന് ഏറ്റവും പഠിച്ച കുട്ടിക്കാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഏറ്റവും ബാഡ് സർട്ടിഫിക്കറ്റ്. എന്താ? ഓനാ റാഗിങ്ങിന്റെ ആശാൻ. എഞ്ചിനീയറിംഗ് കോളേജിലും അതുപോലെ തന്നെ മെഡിസിൻ സ്ഥലത്തുമാണ് ഏറ്റവും കൂടുതൽ റാഗിങ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മാർക്ക് നേടുന്നവർക്ക് സംസ്കാരം കിട്ടണില്ല. അത് കൊടുക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ലോകത്തൊന്നുമില്ല. അതുകൊണ്ട് പഴയ ഗുരുകുല വിദ്യാഭ്യാസത്തിലേക്കുള്ള ഒരു മടക്കം. ഞാൻ പറയുന്ന വാക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഇസ്ലാം പറയും. നരകവും സ്വർഗവും ഉണ്ടെന്ന് പറയും. ഏത് നന്മ ചെയ്താൽ അതിന് കൂലി ഉണ്ടെന്ന് പറയും. തിന്മ ചെയ്താൽ അവൻ പൊറുക്കും. ചിലതിന് നിങ്ങളെ ശിക്ഷിക്കേണ്ടി വന്നാൽ അവന്റെ നീതിയുടെ ഭാഗമായി നിങ്ങളെ ശിക്ഷിക്കും എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. ലോകത്തിലെ എല്ലാ വേദഗ്രന്ഥങ്ങളും ഇത് വിശദീകരിക്കുന്നു. മരണം കഴിഞ്ഞാൽ തുടങ്ങുന്നതാണ് യഥാർത്ഥ ജീവിതം. ആ ജീവിതത്തിലേക്കുള്ള ഒരു യാത്ര നമ്മൾ ഇവിടുന്ന് തുടങ്ങണം. 3 പോയിന്റ് ഞാൻ ഗൗരവമായി പറഞ്ഞു. 1, ശുദ്ധമായ ഏകദൈവാരാധന. 2, സമ്പൂർണമായി മാതൃക കാണിക്കുന്ന ഒരു റോൾ മോഡൽ. നിങ്ങൾക്കറിയാം, യേശുക്രിസ്തു വിവാഹം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മരുമകനായിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഭർത്താവായിട്ടില്ല, ഒരു പിതാവായിട്ടില്ല, അദ്ദേഹം ഒരു രാജ്യം ഭരിച്ചിട്ടില്ല. അപ്പൊ അതിലൊക്കെ മാതൃക കാണിക്കാൻ ഒരാളെവിടെ? ഇതൊക്കെ ചെയ്ത ഒരാൾ വേണം. ബാപ്പയായി, ഭർത്താവായി, അമ്മോശനായി, മരുമകനായി, ഭരണാധികാരിയായി, കച്ചവടക്കാരനായി, അയൽവാസിയായി, കമാൻഡറായി, മതപ്രബോധകനായി, എല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഇതിനെപ്പറ്റി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. ഗൗരവപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും നിങ്ങൾ ചോദിക്കണം, ക്ലിയർ ചെയ്യണം. അവ്യക്തത മനസ്സിലുണ്ടാകരുത്. ഇതൊക്കെ കേട്ടിട്ട് പുറത്തു പോയിട്ട് ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയല്ല, ഉള്ളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുക. ഈ രാജ്യത്ത് നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഭരണാധികാരികൾ മാക്സിമം ഈ രാജ്യത്തിന്റെ സ്വസ്ഥതക്കും ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ സ്വസ്ഥതക്കും വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ഭരണാധികാരികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തന്റെ ഇടം നൽകട്ടെ, കഴിവ് നൽകട്ടെ, ഈ രംഗത്ത് ഏറെ പ്രവർത്തിക്കാനുള്ള സ്വാധീനം നൽകുമാറാകട്ടെ. അവർ ചെയ്യുന്ന ദീനീ രംഗത്തെ സേവനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ വന്ന് എന്റെ മുന്നിലിരുന്ന് ഈ പ്രഭാഷണം ശ്രവിച്ച നിങ്ങൾക്കെല്ലാം അഗൈതവുമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി ചർച്ചയിൽ പങ്കെടുക്കണമെന്ന്
ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഇത് പടച്ചവൻ സാക്ഷി, അല്ലാഹു മിശ്അദ്, അല്ലാഹു മിശ്അദ്, അല്ലാഹു മിശ്അദ്. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നാളെ ദൈവസന്നിധിയിൽ ഞങ്ങൾക്കിത് കിട്ടിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങളിത് ചർച്ച ചെയ്യണം. പിന്നെ നിങ്ങൾക്കൊരു എളുപ്പ വഴി കൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നെറ്റിൽ കയറി ഈ ഉള്ളവന്റെ പേരടിച്ചു കൊടുത്താൽ, ജാഹിദ് ബാലുശ്ശേരി ടെമ്പിൾ സ്പീച്ച് എന്നടിച്ചു കൊടുത്താൽ, സ്വാമിജിക്ക് പറയാനുള്ളതും പള്ളിയിലച്ഛന് പറയാനുള്ളതും എനിക്ക് പറയാനുള്ളതും ഒക്കെ പറയുന്ന കുറേ സ്പീച്ച് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾ കയറി നിങ്ങൾക്ക് ഇത് കിട്ടും. അതുപോലെ ഒരുപാട് പ്രഭാഷണങ്ങളും ഒറൈറ്റർമാർ ലോകത്തുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, കേൾക്കുക, ഒക്കെ ചെയ്യുക. ഇസ്ലാം തീവ്രവാദമാണ്, ഭീകരവാദമാണ്, എന്തിനാ താടി വെച്ചത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ലോകത്ത്. നിങ്ങൾ എന്തിനാ മാംസം തിന്നുന്നത്, എന്താ മാംസം പച്ചക്കറി മാത്രം തിന്നാൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എല്ലാവരും മനസ്സിലുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങൾ സന്നദ്ധത കാണിക്കുക. സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥൻ സത്യത്തിനു വേണ്ടി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടോ അതല്ല നിങ്ങൾക്ക് അറിയേണ്ട ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഈ വേദി ഉപയോഗിക്കണമെന്ന് വളരെ വിനയത്തോടെ, വളരെ എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് തുറന്നു ചോദിക്കാൻ പറ്റിയൊരു വേദിയാണ്. തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം. വളരെ പ്രഗത്ഭരായ എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വളരെയധികം സന്തോഷത്തിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഓരോ സംഘടനയുടെയും പ്രതിനിധികൾ പോലും ഇവിടെ എത്തിയിട്ടുണ്ട്. അത് കാരണം നിങ്ങൾ തുറന്ന് ചോദിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇന്ന് ലോകം ഒരു വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അറിവ് വളരെ കുറഞ്ഞൊരു വ്യക്തിയാണ്. ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ ജനങ്ങളോട് പറയുന്നു എന്ന് മാത്രം. കുറച്ച് മനുഷ്യരെ അറിയാം, മനുഷ്യത്വം കാണിക്കുവാൻ ശ്രമിക്കുന്നു, പരമാവധി ഉത്തരവാദിത്വം എന്താണ് മനുഷ്യൻ്റേത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു മതത്തെക്കുറിച്ചും ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കാര്യമായി അറിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, മനുഷ്യൻ ഈ ലോകത്ത് ജന്മമെടുത്തതിന് ശേഷം അവൻ്റെ ജീവിതം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി വന്ന ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. ഉദാഹരണത്തിന്, വാഹനം നേരെ ചൊവ്വേ ഓടിക്കാൻ അതിനുള്ള നിയമമുണ്ട്. ആ നിയമം പാലിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അപകടങ്ങളുണ്ടാകും. മനുഷ്യൻ കൃത്യമായ രീതിയിൽ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ അരാജകത്വം ഉണ്ടാകും. അപ്പോൾ ആ രീതിയിലുള്ള പാഠങ്ങളാണ് ഓരോ മതങ്ങളും നൽകുന്നതെന്നാണ് പണ്ഡിതർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്നിന്റെ ആവശ്യം ഐക്യമാണ്. മാനവികത മുന്നിൽ പിടിച്ച് ഐക്യത്തോടെ എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരും മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു. കാരണം വലിയ വെല്ലുവിളി ഈ ലോകം നേരിടുകയാണ്. കാരണം എന്തിൻ്റെയൊക്കെയോ പേര് പറഞ്ഞു, മതത്തിന്റെ പേര് പറഞ്ഞാണെങ്കിലും ആയുധങ്ങളുടെ പേര് പറഞ്ഞായാലും നിരപരാധികളായ മനുഷ്യർ കൂട്ടത്തോടെ കൊന്നൊടുക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിരപരാധികൾ എന്ന് തന്നെ ഞാൻ പറയുക. നിരപരാധികൾ കൊന്നൊടുക്കപ്പെടുന്ന ഈ ലോകത്ത് മനുഷ്യൻ ഒന്നായി നിന്നാൽ മാത്രമേ അതിനെ ചെറുക്കാൻ സാധിക്കുള്ളൂ. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇന്ന് ഈ ലോകത്തിന് വേണ്ടത് എന്താണ്? അസഹിഷ്ണുത പെരുകുന്ന ഈ കാലത്ത് സഹിഷ്ണുതയും സമത്വവും സമാധാനവും പുലരുവാൻ എന്താണ് വേണ്ടത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തിന് ഈ മാസ് സൈക്കോളജി ഓഫ് ഫാസിസം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്. വില്യം റീഹ് എഴുതിയിട്ടുള്ള മാസ് സൈക്കോളജി ഓഫ് ഫാസിസം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഫാസിസം എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുതയാണ്, ഇൻടോളറൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഇൻടോളറൻസ് ആണ്,
അസഹിഷ്ണുതയാണ്. ഞാൻ അല്പം താമസിച്ചാണ്, പേരെന്തായിരുന്നു പറഞ്ഞത്? താങ്കൾ അല്പം താമസിച്ചു. ഞാൻ മാനവ സമൂഹം ഭിന്നിച്ചു പോയതിൻ്റെയും യഥാർത്ഥ ഐക്യത്തിലേക്കുള്ള സൂചനകളും എൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, അതോടൊപ്പം അതിനോട് ആഡ് ചെയ്യും. ലോകത്തുനിന്ന് പല രാജ്യങ്ങളിലും പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞാൽ യുദ്ധം നടക്കുന്നുണ്ട്. മീഡിയകളൊക്കെ പ്രചരിപ്പിക്കുന്ന പ്രകാരം ഒരുപാട് മുസ്ലിം നാമധാരികൾ അതിൻ്റെ പിന്നിലുണ്ട്. ഇന്ത്യയിലായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും ഇനി മറ്റു പല നാടുകളിലായിരുന്നാലും ഇത് വ്യാപകമാണ്. മനുഷ്യന് ഒരു മൂല്യവുമില്ലാതെ പോകുന്നു എന്നാണ് കാര്യം. മനുഷ്യരെ കൊന്നൊടുക്കുന്നു, നശിപ്പിക്കുന്നു, തകർക്കുന്നു എല്ലാം. ഇതിൽ നമ്മൾ സാധാരണയായി മതത്തിന്റെ നേരെ പഴിചാരുന്ന ഒരവസ്ഥ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്, ഏത് മതമായിരുന്നാലും. അങ്ങനെയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ഗൗരവമായി, കാരണം നല്ലൊരു ചോദ്യമായതുകൊണ്ട് അത് ഈ കാലഘട്ടത്തിലേറെ വിശദീകരിക്കേണ്ടത് കൊണ്ടും ഞാൻ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യും. മതങ്ങളുടെ പേരിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണവും രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണവും നമ്മൾ പരിശോധിക്കാം. ഫോർ എക്സാമ്പിൾ, കണ്ണൂരിൽ മാത്രം മതങ്ങളുടെ പേരിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവും രാഷ്ട്രീയം ഇടപെട്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കൂടുതലുമാണ്. ലോകത്ത് ഇന്ന് നടക്കുന്ന എല്ലാ തീവ്രവാദ കലാപ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ രാഷ്ട്രീയ നായകന്മാരുടെ കൈകളാകുന്നു എന്ന് ഞാൻ പറയാം. വെറും വാക്കോടുകൂടിയല്ല, നല്ല കൃത്യമായ തെളിവോടുകൂടി. ഞാൻ ഇനി ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞു പോകും. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം 1945 ഓഗസ്റ്റ് 6-9 തീയതികളിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വീണു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് ഇട്ടത് ആരാണ്? അമേരിക്കയാണ്. ട്രൂമാന്റെ നേതൃത്വത്തിലാണ്. ട്രൂമാൻ ആരാണ്? ഒരു ക്രിസ്തീയ മതവിശ്വാസിയായിരുന്നു ട്രൂമാൻ. ലോകത്താരും അദ്ദേഹത്തെ ക്രിസ്തീയ തീവ്രവാദി എന്ന് വിളിച്ചിട്ടില്ല. ലോകത്താരും. ആൽബർട്ട് ഐൻസ്റ്റീൻ ആരായിരുന്നു? ജൂതനായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമായിരുന്നു ആറ്റം ബോംബിന്റെ നിർമ്മിതിയുടെ ലിറ്റിൽ ബോയ് എന്ന് വിളിക്കപ്പെട്ട ആറ്റം ബോംബിന് ലിറ്റിൽ ബോയ് എന്നാണ് വിളിച്ചത്. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ജനങ്ങൾ നേരത്തെ താങ്കൾ പറഞ്ഞ സമ്പൂർണരായ നിരപരാധികൾ മാത്രമല്ല അവരുടെ പ്രത്യേകത. അവര് ഞാൻ പറഞ്ഞുതരാം, അവരുടെ മൂക്കിലൂടെ പ്രാണികൾ കടന്നുപോയി അത് മരിച്ചാൽ പാപമാണെന്ന് വിശ്വസിച്ച ജനത. ആ ജനത ഇങ്ങനെ മൂക്കിൽ അരിപ്പ കെട്ടിയ ഒരു ജനത. അത്ര പോലും ഒരു ജീവിയെയും കൊല്ലില്ല എന്ന് വിശ്വസിച്ചിട്ടുള്ള ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ആളുകളെ ആര് കൊന്നൊടുക്കി? ഒരു ജൂതന്റെ കണ്ടുപിടുത്തം, ഒരു ക്രിസ്തീയ ഭരണാധികാരിയുടെ നേതൃത്വം. ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. ഹിബ്ബ കുശകൾ എന്ന പേരിൽ 3,75,000 ആളുകൾ ഇപ്പോഴും ജപ്പാനിൽ കൈകാലുകളില്ലാത്തവരും വികലാംഗരുമായി നിലനിൽക്കുന്നു. ഇത്ര വലിയ ദുരന്തം ആരുണ്ടാക്കി? രാഷ്ട്രീയമുണ്ടാക്കി, അധികാരഗതിയിലുള്ളവരുണ്ടാക്കി. ഒന്ന്, ഫ്രഞ്ച് വിപ്ലവത്തിൽ എത്ര കോടി കൊല്ലപ്പെട്ടു? കണക്കുകൾ നിരത്തിക്കൂടി നെറ്റ് കയറിയിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2 മിനിറ്റ് കൊണ്ട് കിട്ടുമല്ലോ. എത്ര കോടി ആളുകൾ കൊല്ലപ്പെട്ടു ഫ്രഞ്ച് വിപ്ലവത്തിൽ? റഷ്യൻ വിപ്ലവത്തിൽ എത്ര പേര് കൊല്ലപ്പെട്ടു? ഉക്രൈനിലെ കർഷകരുമായി ബന്ധപ്പെട്ട് എത്ര പേര് കൊല്ലപ്പെട്ടു? ആലോചിച്ചു. 2 ലോകമഹായുദ്ധങ്ങളിലൂടെ എത്ര കോടി മരിച്ചു? ഞാൻ വളരെ രസകരമായി പറയാം. ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ട ഒരു മതം ഇസ്ലാം എന്ന നിലയിൽ 1018 പേരാണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്നും പ്രവാചകന്റെ അനുയായികളിൽ നിന്നും കൊല്ലപ്പെട്ടത്. 1018 ആളുകൾ. ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ 45 ലക്ഷത്തിലധികം ആളുകളെ കൊന്ന, 60 ലക്ഷം എന്ന് പറയുന്നു ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്ന ഹിറ്റ്ലർ ആരായിരുന്നു? വെറും പച്ചക്കറി മാത്രം തിന്ന, ജീവിതത്തിൽ ഒരിക്കൽ പോലും മാംസം കഴിക്കാത്ത ഹിറ്റ്ലർ 60 ലക്ഷം പേരെയാണ് കൊന്നത്. എത്ര കോടി മനുഷ്യരെ അദ്ദേഹം കൊന്നു? അങ്കിൾ ജോൺ എത്ര ലക്ഷം മനുഷ്യരെ കൊന്നു ലോകത്ത്? ഇനിയിപ്പോ നിങ്ങൾ ഏറ്റവും രസകരമായി ചിന്തിക്കേണ്ടത് ടോണി ബ്ലെയർ, മുമ്പത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ പറയാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. എവിടെ പറ്റിയിട്ടുണ്ട്? ഇറാഖിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്റലിജൻസിന്റെ ഇൻഫർമേഷൻ റോങ് ആയിട്ടാണ് കിട്ടിയത്. ആരാ ഇന്റലിജൻസ്? മൊസാദും അമേരിക്കയുടെ ചാരസംഘടനകൾ. ഒരെന്തിനാ ഇതുണ്ടാക്കിയത്?
ഞാൻ വിനീതമായ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഖുർആനിലൊരു വാചകമുണ്ട്, 5-ാം അധ്യായം 8-ാമത്തെ വചനം, ഖുർആനിലെ അതുപോലെ 4-ാം അധ്യായം 135-ാമത്തെ വചനം, വലാ യജ്രിമന്നകും ശൻആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, ഒരു വിഭാഗത്തോടുള്ള അസഹ്യത, അവർക്കെതിരെ അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ലോകത്തിപ്പോ സെപ്റ്റംബർ 11 ശേഷം പറയുന്നത് എന്താണ്? എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, ഭീകരവാദികളൊക്കെ മുസ്ലിങ്ങളാണ്. നീതിയും ന്യായവും ധർമ്മബോധവും ലോകത്തിൽ നശിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് അശേഷം സന്ദേശമില്ല. പ്രത്യേകിച്ച് രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്ക് ഒരു നൈതികതയും ഇല്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ നീർക്കോലി എന്ന് പറയില്ലേ, അതുവരെ ഇന്ന് വെള്ളിക്കെട്ടനും മൂർക്കം പാമ്പ് വരികയാണ് നമ്മുടെ രാജ്യത്തൊക്കെ. അതിനൊക്കെ വമ്പിച്ച വിഷം വെച്ചിരിക്കുന്നു. ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചിന്തിക്കണം. ഹിറ്റ്ലറിനെ ഞാൻ പറഞ്ഞു, അങ്കിൾ ജോണിനെ ഞാൻ പറഞ്ഞു, ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടവരെ പറ്റി പറഞ്ഞു, 2 ലോകമായുധങ്ങൾ പറഞ്ഞു, റഷ്യൻ ഫ്രഞ്ച് വിപ്ലവങ്ങൾ പറഞ്ഞു, എല്ലാം. 4 കൊല്ലം മുഹമ്മദ് നബി യുദ്ധം ചെയ്തു. 1018 ആളാണ് ശത്രുക്കളിൽ നിന്ന് മുസ്ലിങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടത്. ഇനി നിങ്ങൾക്കറിയാം, മേനകൻ ബേഗണി എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഇസ്രയേൽ മുൻ പ്രധാനമന്ത്രി മേനകൻ ബേഗണി. ഈ മേനകൻ ബേഗണി ആരായിരുന്നു? കൊട്ടേഷൻ പാർട്ടിയുടെ ഡയറക്ടറായിരുന്നു. ആ രാജ്യത്ത് 249 സ്ഫോടനം ഉണ്ടാക്കിയ ലീഡറായിരുന്നു ആര്? മേനകൻ ബേഗണി. അദ്ദേഹം നേരിട്ട് കണ്ടക്ട് ചെയ്തൊരു ഇതിൽ 95 ആളാ കൊല്ലപ്പെട്ട്. ആ മേനകൻ ബേഗണി പിന്നീട് ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായി. കുറച്ചാട് ചെന്നപ്പോ അദ്ദേഹം സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും നേടി. ചിന്തിക്കണേ, എല്ലാരും ആലോചിക്കണേ. ലോകത്താരാ? ഇനിയിപ്പോ ടോണി ബ്ലെയർ ഇപ്പൊ പറയുന്നത് എന്താണ്? ഒരു പെരുന്നാൾ ദിവസം സദാം ഹുസൈനെ തൂക്കിക്കൊന്നുകൊണ്ട് മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചു. ആര്? അമേരിക്ക. അമേരിക്കയും ബ്രിട്ടനും ഇപ്പൊ പോലും ഈ ISISന്റെ പ്രശ്നത്തിൽ പോലും എന്താ, ഈ ISISന്റെ ആളുകൾ പെട്രോൾ വില കുറച്ച് വിൽക്കുകയാണ്. വാങ്ങുന്ന ആരാ? അമേരിക്കക്കാരാ വാങ്ങുന്നത്. ഇനി നിങ്ങൾക്കറിയാം, അമേരിക്കയിലെ ഇന്റലിജൻസിന്റെ ഡയറക്ടറായ വ്യക്തി 3 കോടി രൂപയാണ് അമേരിക്കയിൽ ISന്റെ പ്രവർത്തകർക്ക് കൊടുത്തത് ക്യാമ്പ് നടത്താൻ. ഇനി ടോണി ബ്ലെയർ പറഞ്ഞ എന്താ? IS ഉണ്ടാകാനുള്ള കാരണം ഞങ്ങളാണ്. പച്ചക്ക് പറഞ്ഞില്ലേ അദ്ദേഹം? IS ഉണ്ടാകാനുള്ള കാരണം പലപ്പോഴും അമേരിക്കയും ബ്രിട്ടനും സംഭവിച്ച തോന്നിയാസിന്റെ പേരിലാണ്. ഞാൻ പറയുന്നത്, ലോകത്ത് കുറഞ്ഞ 19 കൊല്ലമായി ലോകത്ത് നടക്കുന്ന സകല ഭീകരവാദത്തിന്റെയും കാരണം അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലുമാണ് എന്ന് ഞാൻ 150 തെളിവുകൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അതിന് എന്റെ കയ്യിലുള്ള തെളിവിൽ ഒന്നുകൾ കേട്ടോളൂ. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് പേൾ ഹാർബർ സംഭവം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, കേട്ടിട്ടുണ്ട്? 2ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ പേൾ ഹാർബർ. ജപ്പാനോട് അസൂയായിരുന്നു അമേരിക്ക. അതായത് ജപ്പാൻ ഫീനിക്സ് പക്ഷിയെ പോലെ വളർന്നു വരുന്നവരായിരുന്നു. അമേരിക്ക ഭയപ്പെട്ടു. ജപ്പാൻ വളർന്ന് പടർന്ന് പന്തലിച്ചാൽ നമ്മെ നയിക്കുന്നവരവരായി തീരും. പാടില്ല, അവസരം കൊടുക്കാൻ പാടില്ല, ഈ സ്വച്ഛാധിപത്യം അവസാനിക്കാൻ പാടില്ല. അതിനെന്താ വേണ്ടേ? നേരിട്ട് 2ാം ലോകയുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു കാരണമില്ലാതെ സാധ്യമല്ല. അവർ ചെയ്തത്, ജപ്പാന്റെ കടലിടുക്കിൽ വെച്ച് 13 അമേരിക്കൻ യുദ്ധക്കപ്പൽ അമേരിക്ക തന്നെ ചുട്ട് നശിപ്പിച്ചിട്ട് പറഞ്ഞു, ആ പണി ചെയ്ത ജപ്പാനാണ്. അമേരിക്ക തീറ്റിപ്പൊട്ടിയ 2000 പട്ടാളങ്ങളെ, 2000 പട്ടാളക്കാരെ അമേരിക്ക കൊന്നു. എന്നിട്ട് ജപ്പാനായി ചെയ്ത് നേരിട്ട് അവർ യുദ്ധത്തിൽ പങ്കെടുത്തു. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും നശിപ്പിച്ചത് അൽ ഖായിദയല്ല എന്ന് 110% വിശ്വസിക്കുന്നവനാണ് ഞാൻ. അമേരിക്കയുടെ നല്ല പ്ലാനിങ്ങോടുകൂടി നടന്നിട്ടുള്ള ഒരു ഓപ്പറേഷനാണത്. അല്ലെങ്കിൽ 5000 ജൂതന്മാർ എന്തേ ഈ സ്ഥാപനത്തിലൊന്നും അന്ന് ഇല്ലാതായത്? സാധാരണ നമ്മള് പഞ്ചിങ് നടങ്ങനെ പോയിട്ട് 5000 ആള് എന്തേ അന്നില്ലാതെ പോയത്? ആലോചിക്കണം. ഇന്ന് ഏറെക്കുറെ എല്ലാവർക്കും പ്രകടമാണ്. ഇന്ന് എല്ലാവർക്കും പ്രകടമാണ്. അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന പലതിനെ കുറിച്ചും നോം ചോംസ്കിയെ പോലെയുള്ളവർ ദീർഘമായി പ്രബന്ധങ്ങൾ എഴുതി, അമേരിക്കന്റെ ഉള്ളിൽ നിന്ന് എഴുതി. ഈ അടുത്ത അമേരിക്ക കഴിഞ്ഞ ഇറാഖ് അധിനിവേശ കാലഘട്ടത്തിൽ പറയണ ഞങ്ങൾക്ക് തെറ്റുപറ്റി. എത്ര ലക്ഷം കുട്ടികളെയാണ് അവർ കൊന്നൊടുക്കിയത്? ഇറാഖിന്റെ, നിങ്ങൾക്കറിയാം, ചെച്നിയയിലെ, കോസോവോയിലെ, ലബനാനിലെ, ഫലസ്തീനിലെ, അഫ്ഗാനിസ്ഥാനിലെ മലമടക്കുകളിൽ എത്ര കുട്ടികളെയാണ് അമേരിക്ക കൊന്നൊടുക്കിയത്? ആരും അതിനെപ്പറ്റി ഒന്നും പ്രതികരിച്ചില്ല, ആരും അതിനെപ്പറ്റി പറഞ്ഞില്ല. നിങ്ങൾ ശരിക്കും ആലോചിക്കുക, നമ്മൾ നല്ലോണം ചിന്തിക്കുക. ഇപ്പം നടക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ചുക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലാണ് ഞാൻ പിടിക്കണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെളിവ് അത് പറ്റില്ല, അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ISISന് പരിക്ക് പറ്റിയാൽ ആരാ ചികിത്സിക്കുന്നത്? ഏത് ഹോസ്പിറ്റലാണ് ചികിത്സിക്കുന്നത്? ടെല്ലവീവിലെ ജൂതന്മാരുടെ നിയന്ത്രണത്തിലുള്ള ഹോസ്പിറ്റലാ. എന്തേ അവർക്ക് ചികിത്സിക്കാൻ അവരോട് ഇത്ര വലിയ കടപ്പാട്? അവർക്ക് ആവശ്യമുള്ള സംഗതികൾ ചെയ്തു കൊടുക്കുന്ന. നിങ്ങൾ പാരീസിൽ ബോംബിട്ടല്ലോ,
ഒരു മുസ്ലിമിന്റെ പേര് എല്ലാവർക്കും വളരെ പ്രസിദ്ധമായി ഇങ്ങനെ കിട്ടിയല്ലോ അല്ലേ? ഒരു എന്ത് ഫത്താഹാണ്, ഒരു നീണ്ട പേര് എല്ലാരും കിട്ടിയില്ലേ? ആ ആളാരാ? ഒന്നാം തരം കൊട്ടേഷൻ പാർട്ടി, മയക്കുമരുന്ന് വിപണത്തിന്റെ ലീഡർ. അദ്ദേഹത്തിന്റെ പെങ്ങൾ പറയാണ്, ജീവിതത്തിൽ ഒരിക്കലും എന്റെ കാക്ക നിസ്കരിച്ചിട്ടില്ല, ഇസ്ലാമിൽ തീരെ നിസ്കരിക്കാത്ത ഒരുത്തൻ കാഫറാണ്, ഓന് മുസ്ലിങ്ങളുടെ ശ്മശാനത്തിൽ ഓന്റെ ബോഡി വെക്കാൻ പാടില്ല. പിന്നെ ഓനെങ്ങനെ മുസ്ലിം ആക്കിയത്? നിങ്ങൾക്ക് ഈ യമൻ അക്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അബൂബക്കർ ബഗ്ദാദി കേട്ടില്ലേ? അത് ഒറിജിനൽ അബൂബക്കർ ബഗ്ദാദി അല്ല. അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന നല്ല മനുഷ്യനെ അമേരിക്ക കിഡ്നാപ്പ് ചെയ്തു, ഓനെ കൊണ്ടുപോയിട്ട് തുറങ്കലിലടച്ചു. ഓനെ അതേ മുഖച്ചായുള്ള വേറൊരുത്തന്നെ രംഗത്തിറക്കി, അമേരിക്ക ഇറക്കി. ഇത് വെറുതെ പറയല്ല, ഇത് ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയല്ല. ലോകം എന്തെങ്കിലും സത്യം ചിലത് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു 5ാം ക്ലാസ് മദ്രസ പഠിച്ച ഒരു മുസ്ലിമിനെ, ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് ഖുർആനിലെ ഒരു വചനം, ഖുർആനിലെ വളരെ മനോഹരമായ, ഖുർആനിലെ 5ാം അധ്യായം സൂറത്ത് മാഇദയിൽ റഹ്മാനായ റബ്ബ് പറയും 32ാമത്തെ വചനം, 5ാം അധ്യായത്തിലെ 32ാമത്തെ വചനം നിങ്ങൾ കേട്ടോളൂ. ആ വചനത്തിൽ പറയാണ്, വിശുദ്ധ ഖുർആൻ പറയാണ്, മനുഷ്യരെ, ഒരു കാരണവശാലും ഒരു മനുഷ്യനെ കൊല്ലുന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ വിധിയാണ്. മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീല അന്നഹും മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. ഖുർആൻ പറയുന്നത് എന്തറിയോ? അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ, അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെ നീ കാരണമായി രക്ഷപ്പെട്ടാലോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും രക്ഷപ്പെട്ടവനെ പോലെ. ഒരു മുസ്ലിം ജീവൻ കൊടുത്തില്ലേ എന്ന്? 2 ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് 2 ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത്, അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെ. ഞാനത് ലളിതമായി പറയാം. തെൽമൂദ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട് ജൂതന്മാരെ കയ്യിൽ. ആ ഗ്രന്ഥത്തിലൊരു വാചകം എന്താ അറിയോ? അകാരണമായ ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അതല്ലേ വർഗീയത? അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അതല്ലേ വർഗീയത? അതല്ലേ വർഗീയത? അതല്ലേ വർഗീയത? ആലോചിച്ചു നോക്കേ. ഖുർആൻ പറയുന്നതോ, ഞാൻ നിങ്ങൾക്ക് ഈ സസ്യത്തിൽ വളരെ ഉദാഹരണം പറഞ്ഞുതരാ. ഒരു 6 പേരെ കൊന്ന ഒരു മുസ്ലിമിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഒരു മുസ്ലിം പേരുള്ള ഒരുത്തൻ 6 പേരെ അന്യായമായി കൊന്നു. ആ 6 പേരെ കൊന്നവനെ കാണുമ്പോൾ നമ്മൾ പേടിക്കൂലേ? ഓന്റെ കഴുത്ത് ചെങ്ങലിട്ട്, കാലിൽ ചെങ്ങലിട്ട് ഓനെ ബന്ധിപ്പിച്ചിട്ടാ കൊണ്ടുവരിക. ഖുർആൻ പറയുന്നത് അറിയോ? അകാരണമായ ഒരു ഹിന്ദുവിനെ ഒരു മുസ്ലിം കൊന്നു, ഒരു മുസ്ലിമിനെ കൊന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ അകാരണമായുള്ള കൊന്നാൽ 715 കോടി മനുഷ്യരും കൊന്നാ എങ്ങനെ ഉണ്ടാവും? അത്ര വലിയ പാപാണ് അവൻ ആ ജീവനോട് ചെയ്യണത്. ഇങ്ങനെ ഒരു വാചകം ഖുർആനിലല്ലാത്ത വേറൊരു വേദത്തിലുമില്ല. നിങ്ങൾ പഠിച്ചോളൂ, ഖുർആനിലല്ലാത്ത ഒരു വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു വാചകമല്ല. ഖുർആന്റെ ഏറ്റവും വലിയ നിയമം എന്താ? അന്യായമായ ഒരു മനുഷ്യനെയും കൊല്ലരുത്. യുദ്ധരംഗത്ത് ഇസ്ലാം പറയുന്നത് എന്താ? കുട്ടികളെ കൊല്ലരുത്. പ്രവാചകന്റെ സന്നിധിയിൽ കുട്ടികൾ കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹം അനുയായികൾ വിളിച്ച് ഷൗട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യ കുഞ്ഞും പരിശുദ്ധരാണ്, ഒരു ജാതി മതത്തിൽപ്പെട്ട കുട്ടിയെയും കൊല്ലരുത്. ഒന്ന്. ഇനി നമ്മൾ ഇന്ത്യ രാജ്യത്തേക്ക് വരിക. ഇന്ത്യ രാജ്യം ലോകത്ത് തീവ്രവാദത്തിൽ ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്ന 6ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ഇന്ത്യ. ഞാൻ നിങ്ങളോട് ഗൗരവമായി ചോദിക്കണം, ഇന്ത്യയിൽ എന്താ പ്രശ്നം? ഇന്ത്യയിൽ ആരാ പ്രശ്നം? ആരാ മഹാത്മാഗാന്ധിയെ കൊന്നത്? ആരാ മഹാത്മാഗാന്ധിയെ കൊന്നത്? ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത മാനവ മനുഷ്യ സ്നേഹിയെ ആരാ കൊന്നത്? നാഥുറാം വിനായക് ഗോഡ്സെ. ഗോഡ്സെനെ പറ്റി ഇപ്പൊ പറയുന്നത് എന്താ? ഗോഡ്സെ ഗാന്ധിജിയാണ്, ഗാന്ധിജി ഗോഡ്സെയാണ്. പറഞ്ഞില്ലേ? ഇന്നത്തെ ഇന്ത്യ അത് പറഞ്ഞില്ലേ? ഗോഡ്സെക്ക് അമ്പലം ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ? ഗോഡ്സെ ഗാന്ധിജിയേക്കാൾ വലിയ രാജ്യസ്നേഹിയാണ് എന്ന് പറഞ്ഞില്ലേ? ആരാ ഇന്ദിരാഗാന്ധിയെ കൊന്നത്? സിക്കി ഭീകരരല്ലേ കൊന്നത്? അതിന് കാരണം ഉണ്ടായിരുന്നില്ല ഇവിടെ? ആരാ രാജീവ് ഗാന്ധി എന്ന ഏറ്റവും ചെറുപ്പക്കാരനെ കൊന്നത്? ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ ഗാന്ധി കുടുംബത്തിലെ 3 പേരെ, കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതിനിധിയെ കൊന്നൊടുക്കിയത് ആരാ? ഏത് മുസ്ലിമാ? ആരാ ബാബരി മസ്ജിദ് ഇഷ്യൂസ് ഉണ്ടാക്കിയത്? ആരാ ഗുജറാത്ത് കലാപത്തിന് ചുക്കാൻ പിടിച്ചത്? ആരാ സഞ്ചോറ സ്ഫോടനത്തിന് നേതൃത്വം നൽകിയത്? ആരാ മക്ക മസ്ജിദിൽ സ്ഫോടനം ഉണ്ടാക്കിയത്? ആരാ ഹേമന്ത് കർക്കറയെ കൊന്നത്? അപ്പൊ നമ്മൾ അല്പം നീതിയോടുകൂടി ഈ കാര്യങ്ങൾ നോക്കി കാണണം. ഇസ്ലാം ഒരിക്കലും ഒരു കാരണവശാലും നിരപരാധികളെ കൊല്ലാൻ ഒരു കാരണവശാലും
ഇസ്ലാമിൽ ആത്മഹത്യ സ്ക്വാഡുകൾ ഹറാമാണ്, പാടില്ലാത്തതാണ്.